blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടി ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ദുബൈയിൽ നിന്നുള്ള മാമച്ചൻ ജോർജിനും നാൻസിക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരുവരെയും ദൈവമേ അങ്ങ് ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പരിപൂർണ സൗഖ്യം കർത്താവെ അങ്ങ് നൽകണമേ. ജോലിയിൽ അങ്ങ് അനുഗ്രഹങ്ങളെ വർഷിപ്പിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹയെയും അലനെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ വിദ്യാഭ്യാസത്തെ, ആരോഗ്യത്തെ, ഭാവിയെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ കുഞ്ഞമ്മ ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മാതാവിന് ആരോഗ്യം നൽകി ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു മാമച്ചൻ ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. എൻ്റെ പേര് ജോയി എന്നാണ്. താമസിക്കുന്നത് തിരുവനന്തപുരത്ത് വെള്ളനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങനെ ഞാൻ ഒരുപാട് കടത്തിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പിന്നെ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം എൻ്റെ വൈഫ് കാണുമായിരുന്നു. അങ്ങനെ അതുവഴി പിന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഒരു മെഗാ ഫെസ്റ്റിവൽ നടന്നു ഒക്ടോബർ മാസത്തിൽ. അതിൽ വരികയും പിന്നെ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഒരു വണ്ടി സ്വന്തമായിട്ടൊരു വണ്ടി വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വാങ്ങിക്കാൻ ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിലധികം വളരെ കടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് വരികയും ഞാൻ അന്ന് അവിടെ നിന്നൊരു പ്രേയർ ഡയറി വാങ്ങിച്ചു. അതിൽ വാങ്ങിച്ചിട്ട് എനിക്ക് ആഗ്രഹമുള്ള വണ്ടിയുടെ ഒരു പടം വെട്ടി, അങ്ങനെ പടം ഞാൻ ഇതിനകത്ത് ഈ പ്രേയർ ഡയറിയിൽ ഒട്ടിച്ചു വെച്ചു, പ്രാർത്ഥിച്ചു. ആ വണ്ടി തന്നെ ദൈവം എനിക്ക് തരികയും ചെയ്യും. അതേ സെയിം കളർ വണ്ടി തന്നെ എനിക്ക് ദൈവം തരികയും ചെയ്തു. പിന്നെ എനിക്ക് ഒരുപാട് കടമുണ്ടായിരുന്നു. കടമെന്ന് വെച്ചാൽ പിടിച്ച് നിൽക്കാൻ പറ്റാത്ത കടമായിരുന്നു. ഒരു ചെടിയുടെ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി, അത് പൂർണ്ണമായിട്ടങ്ങ് പൊളിയുകയും പിന്നെ കടക്കാർ ഒരു വീട്ടിൽ നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഇതിൽ ബ്ലെസ്സിങ് സെൻ്ററിൽ വന്നതിന് ശേഷം കടക്കാർ എന്നെ വളരെ സാവകാശം എനിക്ക് കാശൊക്കെ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുവിധമൊക്കെ കാശൊക്കെ ഇപ്പം സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ദൈവം അനുഗ്രഹിച്ചു. എല്ലാവരും ഈ പ്രേയർ ഡയറി വാങ്ങിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം ഇതിനകത്തുള്ള ഓരോ വിഷയങ്ങളും പ്രാർത്ഥിക്കണം. അതിന് ദൈവം തക്ക മറുപടി എന്തായാലും തരും എന്നുള്ളതിന് ഏതൊരു സംശയവുമില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. ആമേൻ. ബ്രദർ ഡാമിയൻ ഇപ്പോൾ രോഗികൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ക്യൂവിൽ കയറി പ്രാർത്ഥിക്കുവാനായി വന്ന ഒരു ആൻറ്റിയാണ്. ഡാമിയൻ ബ്രദർ ഈ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൽ ഈ ആൻറ്റി പെട്ടെന്ന് താഴെ വീഴുകയും അതിനുശേഷം എഴുന്നേൽക്കുമ്പോൾ തനിക്ക് ക്രച്ചസ് ഇല്ലാതെ നിൽക്കുവാൻ സാധിക്കുന്നു, നടക്കുവാൻ സാധിക്കുന്നു. ഏകദേശം നീണ്ട 38 വർഷത്തോളം ഈ ആൻറ്റി ഈ ഇങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. നടക്കുവാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റില്ല, ബസ്സിൽ പോലും കയറുവാൻ പറ്റില്ല. അതുപോലെ പ്രശ്നത്തിലാണ് ആൻറ്റി. ഇന്ന് കർത്താവ് ആറ്റിങ്ങൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വെച്ച ഈ ടൗൺ ഹാളിൽ നടന്ന ആറ്റിങ്ങൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വെച്ച ആൻറ്റിയെ കർത്താവ് പൂർണ്ണമായും സൗഖ്യം. എന്താണ് ശരിക്കും സംഭവിച്ചത് അറിയാമോ? 38 വർഷത്തോളമായി രോഗിയായിട്ട് രക്തവാതം കൂടുതലാണ്. പിന്നെ ഡോക്ടർ അഭിപ്രായം എന്ന് പറഞ്ഞാൽ 1000 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് വരാവുന്ന അസുഖമാണ് അമ്മയ്ക്കുള്ളത്. 7 ജാതി അസുഖം ഉണ്ടെന്നാണ് പറയുന്നത് അമ്മയ്ക്ക്. അപ്പം മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ചു വിട്ടിട്ട് 10 വർഷമായി. അമ്മ കിടപ്പായിരുന്നോ? ബസ്സിൽ കയറാൻ പറ്റില്ല, ഒന്നുമില്ല. എന്താണ് ഇത്? എവിടെയായിരുന്നു ഡോക്ടർമാർ എവിടെയാണ് ഈ രോഗത്തിൻ്റെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞത്?
ആദ്യം ഓപ്പറേഷൻ ചെയ്ത് കിഡ്നിക്ക് തകരാറാണെന്ന് പറഞ്ഞു. കിഡ്നിക്ക് തകരാണെന്ന് പറഞ്ഞു. പല്ലെല്ലാം എടുത്ത് ഓപ്പറേഷൻ ചെയ്ത് ലൈറ്റ് അടിച്ച് ഉമിനീര് ഗ്രന്ഥി അടിച്ച് സംസാരിക്കില്ലായിരുന്നു. അല്ല, എത്ര നാളുകളായി അമ്മാമ ബ്ലെസ്സിംഗ് ടുഡേ എന്ന് പറയുന്ന നമ്മുടെ പ്രാർത്ഥനാ പ്രോഗ്രാം കാണാൻ തുടങ്ങിയിട്ട്? ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആയുള്ളൂ. പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കാലില് ഒരുപാട് മഴ കണക്ക് ഒന്ന് പൊങ്ങി നിൽക്കുമായിരുന്നു. ഇപ്പൊ അതൊക്കെ താന്നു പോയോ? വരുമ്പോ എങ്ങനെയായിരുന്നു കാല്? നീരുണ്ടായിരുന്നു, കുറെ ഇന്നലെ കുറെയൊക്കെ അങ്ങ് പറ്റി. ഈ പാസ്റ്റർ പ്രാർത്ഥന ഞാൻ കേട്ട് സന്ധിവേദനയും കഴുത്തിന് അസുഖമുള്ള ആൾക്കാർ സൗഖ്യമാക്കും, ഇന്ന് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ഇന്ന് 3/4 ഭാഗത്തോളം നീര് മാറി ഇവിടെ വരുമ്പോൾ ഈ 2 ക്രച്ചസും പിടിച്ചാണ് ഈ അമ്മാമ്മ വന്നത്. പക്ഷേ ആ സ്റ്റെപ്പുകളെല്ലാം വളരെ ബുദ്ധിമുട്ടി കയറി. നേരത്തെ പറഞ്ഞതുപോലെ ഡാമിയൻ ബ്രദർ അത് ഈ അമ്മാമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് തന്നെ ഈ ക്രച്ചസ് മരുമകളാണ് പിടിച്ചിരിക്കുന്നത്. 2 കാലും ഉറപ്പിച്ചാണ് ഈ അമ്മാമ്മ നിൽക്കുന്നത്. പൈസ ഇല്ല, എന്നിട്ട് കടം പറഞ്ഞാണ് ഞാൻ ഇന്ന് വന്ന് ഈ പാസ്റ്റർ കാണാനായിട്ട്. ഈ അമ്മാമ്മ പറയുന്നത് ഓട്ടോയിൽ വരാൻ പണമില്ലാഞ്ഞിട്ട് കടം വാങ്ങിച്ചു വന്നു. കർത്താവ് അതുപോലെ അനുഗ്രഹിച്ചിരിക്കുക അമ്മാമ്മേനെ. യേശു ഈ പുതുവർഷത്തിൽ യേശു ചെയ്ത ഒരു വലിയ അത്ഭുതമാണ് നമ്മൾ ഈ കാണുന്നത്. ക്രച്ചസ് ഇല്ലാതെ ആ ഭാരം യേശു എടുത്തു മാറ്റി പൂർണ്ണമായും ഈ അമ്മാമ്മയെ വടികളില്ലാതെ കർത്താവ് നടത്തി. ഈ പുതുവത്സരത്തിൽ ഈ അമ്മാമ്മക്ക് ദൈവം കൊടുത്ത സൗഖ്യമാണത്. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. അവൻ നമ്മളെ ഇപ്പോഴും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ പോലും ബസ്സിൽ കയറാൻ പറ്റത്തില്ല, ഇങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ ഈ അമ്മച്ചി ഇന്ന് പൂർണ്ണമായി 2 കാലുകൾ ഉറച്ചു നിൽക്കുവാൻ യേശു കർത്താവ് ഈ പുതുവത്സരത്തിൽ ഈ അമ്മച്ചിയെ അനുഗ്രഹിച്ചു. നടന്ന അമ്മച്ചി. ഇന്ന് ഈ ആറ്റിങ്ങലിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന വിവിധ പ്രായത്തിലുള്ളവരോട് എനിക്ക് പറയാനുള്ളൊരു സന്ദേശം, നിങ്ങളുടെ ജീവിതത്തിലെ ഇന്നത്തെ സാഹചര്യം എത്ര വൈഷമ്യമേറിയതാണെങ്കിലും ചിന്തിച്ചാൽ ഒരു തരത്തിലും സാധ്യതകളില്ലാത്ത, വിടുതലുള്ള ഒരു സാധ്യതയുമില്ലാത്ത ഒരു സ്ഥലത്താണെങ്കിലും സന്തോഷവാർത്ത ഇതാണ്: നമ്മുടെ യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. ജീസസ് ഈസ് നോട്ട് എ മജീഷ്യൻ. യേശു ഇന്ദ്രജാലക്കാരനല്ല, പക്ഷേ യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. ബൈബിളിൻ്റെ താളുകൾ മറിക്കുമ്പോൾ കുരുട്ട് കണ്ണുള്ളവർ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു മാജിക് കാണിക്കുകയല്ല ചെയ്തത്, യേശു അവർക്ക് കാഴ്ച കൊടുത്തു. അതിനുശേഷമുള്ള അവരുടെ ആയുസ് കണ്ണുള്ളവരായി എല്ലാം കണ്ട് സാധാരണക്കാരെ പോലെ അവർ ജീവിച്ചു. ഒരിക്കലും കണ്ടിട്ടില്ലാത്തവർ കണ്ടു. അതാണ് യേശു. ഹല്ലേലൂയ. പൈശാചിക ശക്തികൾ കൊണ്ട് അനേക വർഷങ്ങൾ പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ മറിയ, 8 ഭൂതങ്ങളുണ്ടായിരുന്നു. 8 പൈശാചിക ശക്തികൾ ഒരു സ്ത്രീയിൽ പ്രവേശിച്ച് അനേക വർഷങ്ങൾ അവളെ ദണ്ണിപ്പിച്ച് ജീവിതം മുഴുവൻ നരകതുല്യമാക്കി. അങ്ങനെയുള്ളൊരു സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവരിൽ നിന്നും ഭൂതങ്ങളെ പുറത്താക്കി. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത്, ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നാലും, ഇതുവരെയുള്ള നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നാലും, അതിനെ മാറ്റിമറിക്കുന്ന ഒരു വിപ്ലവകാരിയാണ് യേശു. ഹല്ലേലൂയ. പണ്ട് കാലത്ത് മനുഷ്യരെ തിന്നുമായിരുന്നു. നമ്മൾ മത്തി വാങ്ങി കഴിക്കുന്നത് പോലെ, ആഗോലി വാങ്ങി കറി വയ്ക്കുന്നത് പോലെ കാട്ടുജാതിക്കാർ അവരുടെ കയ്യിൽ കിട്ടുന്ന മനുഷ്യരെ നുറുക്കി കലത്തിലിട്ട് പുഴുങ്ങി തിന്നുമായിരുന്നു. അങ്ങനെയുള്ള കാട്ടുവർഗക്കാരുടെ ഇടയിലേക്ക് യേശുവിൻ്റെ സന്ദേശവുമായി ചില മിഷണറിമാർ ചെന്നു. അവിടെ എത്തിയപ്പോൾ ചില മിഷണറിമാരെ അവർ ചുട്ടുകൊന്നു, അമ്പെയ്തു കൊന്നു. പലരുടെയും ജീവിതം നഷ്ടമായി. എങ്കിലും എങ്ങനെയൊക്കെയോ അവരുടെ അകത്ത് ദൈവത്തിൻ്റെ വചനം കയറാൻ തുടങ്ങിയപ്പോൾ അവരിൽ പലരുടെയും കാട്ടിലെ കുടിലുകളുടെ
പുറത്ത് തലയോട്ടികൾ തൂക്കിയിടുമായിരുന്നു. അതൊരു വലിയ വീരകൃത്യമാണ്. 100 തലയോട്ടികൾ അവിടെ കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇയാൾ വലിയൊരു പുള്ളിയാണ്. ആ ഗ്രാമത്തലവനായി മാറാനുള്ള ക്വാളിഫിക്കേഷൻ അയാൾക്കുണ്ടായിരിക്കും. അങ്ങനെയുള്ള സംസ്കാരത്തിലേക്ക് പോലും യേശുവിൻ്റെ സന്ദേശം ചെന്നപ്പോൾ അവരിൽ മാറ്റമുണ്ടായി. അവർ സമസൃഷ്ടങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി. ആ കാട്ടാളന്മാർക്ക് വരെ മാറ്റമുണ്ടായി. സംസ്കാര സമ്പന്നരായി മാറുവാൻ കാരണം യേശുവിൻ്റെ വചനങ്ങളാണെങ്കിൽ, അല്പമെങ്കിലും പഠിച്ചിട്ടുള്ള, 3-ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ചിട്ടുള്ള, ഇത്രയൊക്കെ പരിഷ്കാരമുള്ള ഈ ലോകത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് എത്ര അധികം മാറ്റം യേശുവിൻ്റെ വചനങ്ങളും അവൻ്റെ സാന്നിധ്യവും നൽകും. ഒന്നുകൂടെ കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കുറേ കഷ്ടപ്പാടുകളുണ്ട്. ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടി കർത്താവ് ഈ വർഷം 7 മടങ്ങ് കഷ്ടപ്പാട് തരും എന്ന് പറയാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. യേശുവിൻ്റെ അടുക്കൽ വരുന്ന എല്ലാവരെയും അവൻ ആശ്വസിപ്പിക്കുന്നു. കർത്താവ് പറഞ്ഞത്, ഭാരം ചുമക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? നിങ്ങൾ ചുമക്കണ്ട, എൻ്റെ കയ്യിൽ താ. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. ഹല്ലേലൂയ. ആ ഭാരമേറിയ ചുമടും നുകവും എടുത്തുമാറ്റി മൃദുവായത് ഞാൻ നിങ്ങൾക്ക് തരും. അതാണ് യേശു. യേശുവിനെ നന്നായി ഒന്ന് ആദ്യമേ മനസ്സിലാക്കുക, എന്നിട്ട് വേണം ഈ വർഷം ഒന്ന് ജീവിക്കാൻ. കാട്ടിൽ ഈ ബൈബിൾ എത്തിയപ്പോൾ, കാട്ടുവർഗക്കാരിടയിൽ ഈ ബൈബിൾ എത്തിയപ്പോൾ അവർക്ക് മാറ്റമുണ്ടായി. അങ്ങനെ മാറ്റമുണ്ടായ ഒരു കുടിലിൽ ഒരിക്കൽ ഒരാൾ വന്നു. അവിടെ ഇരുന്നു കൊണ്ട് അയാൾ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. കാട്ടുവർഗക്കാരനായിരുന്നു. അയാൾ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ ഒരു വെള്ളക്കാരൻ വന്നു. വെള്ളക്കാരൻ വന്ന സമയത്ത്, നിങ്ങളെന്താണ് ഈ വായിക്കുന്നത്? ദൈവം പറഞ്ഞു, ഞങ്ങൾ ബൈബിളാണ് വായിക്കുന്നത്. ഹോ, ഇത്രയും ലോകം പുരോഗമിച്ച കാലത്ത് ഇതൊക്കെ ഇനിയും വായിച്ചുകൊണ്ടിരിക്കേണ്ട വല്ല ആവശ്യമുണ്ട്? ആധുനികമായ എത്രയോ പ്രസിദ്ധീകരണങ്ങളുണ്ട്. ഇത്രയും പഴക്കം ചെന്ന ഈ പുസ്തകം വായിക്കണോ? ഉടനെ ഈ മനുഷ്യൻ പറഞ്ഞത്, ഈ വീടിൻ്റെ വെളിയിലേക്ക് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഇങ്ങനെ തലയോട്ടികൾ തൂങ്ങിക്കിടക്കുകയാണ്. ഈ ബൈബിൾ എൻ്റെ കയ്യിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ തലയോട്ടി ഇതുപോലെ തൂങ്ങിക്കിടന്നേനെ. ബൈബിളാണ് നിങ്ങൾ ഇതുപോലെ ഒരു ഹോസ്പിറ്റാലിറ്റിയോടുകൂടെ ഇവിടെ സ്വീകരിക്കാനിടയാക്കിയത്. ഇല്ലെങ്കിൽ പണ്ട് നിങ്ങൾ എൻ്റെ കരച്ചട്ടിൽ കറിയായനെ. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ വചനം. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ ഇന്ന് തീരുമാനിക്കും ഈ വർഷം ബൈബിൾ വായനയുടെ വർഷമായിരിക്കും? ആദിയിൽ ദൈവം, ആദിയിൽ അവൻ്റെ വചനം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തുടങ്ങുക. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ആദിയിൽ തന്നെ വചനം ഉണ്ടെങ്കിൽ വർത്തമാനപത്രം വായിക്കുന്നത് പോലെയോ ചെറുകഥ വായിക്കുന്നത് പോലെയോ നോവൽ വായിക്കുന്നത് പോലെയല്ല ബൈബിൾ വായിക്കേണ്ടത്. ബൈബിൾ വായിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ആദ്യം തന്നെ പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഒത്തിരി പേർ ദിവസവും ബൈബിൾ വായിക്കും, ഒന്നും മനസ്സിലാവില്ല. കാരണം ഇതെഴുതിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മളുടെ അകത്ത് വന്ന് എഴുതിയതിൻ്റെ വ്യാഖ്യാനം തരുന്നില്ലെങ്കിൽ ബൈബിൾ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആദ്യമേ ബൈബിൾ എടുത്ത് പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങൾക്ക് പലരുടെയും കയ്യിൽ പ്രാർത്ഥനാ ഡയറി കിട്ടിക്കാണും. അതിനകത്ത് ഒരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. ബൈബിൾ വായിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. ആ പ്രാർത്ഥന എടുത്തു വെച്ച് ആദ്യം പ്രാർത്ഥിക്കുക. അതിനുശേഷം ബൈബിൾ വായിക്കാൻ തുടങ്ങുക. നിങ്ങൾക്ക് ഇന്നുവരെ ഇല്ലാത്ത വെളിപ്പാടുകൾ, റെവലേഷൻസ് ഓരോന്നും നിങ്ങൾ വായിച്ച് തുള്ളിച്ചാടും. ചില സമയത്ത് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പൊരുള് അകത്തേക്ക് ചെല്ലുമ്പോൾ, ഞാൻ ബൈബിൾ വായിക്കുന്ന മുറിയിൽ ഞാൻ മുകളിലേക്കും താഴേക്കും ചാടി തുള്ളിയിട്ടുണ്ട്. ഇത്രയും വലിയ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഈ വചനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. കൈകളടിച്ച് യേശുവിന് നന്ദി പറയും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഈ വർഷത്തെ ബൈബിൾ വായനാ വർഷമായി പ്രഖ്യാപിക്കാമെങ്കിൽ
ഈ വർഷത്തിൻ്റെ ഡിസംബർ 31 വരുമ്പോൾ നിങ്ങൾ ഇന്നിരിക്കുന്ന ഷേപ്പിൽ ആയിരിക്കയില്ല അന്നിരിക്കുന്നത്. വചനം നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തം വ്യത്യാസങ്ങൾ കൊണ്ടുവരും. ഹല്ലേലൂയ. കുടുംബ ബന്ധങ്ങൾ ശരിയാകും. ഒരിക്കൽ ഒരു കുഞ്ഞിനെ നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററിൽ കൊണ്ടുവന്നു. മലയാളത്തിന് മുട്ട, എല്ലാ പ്രാവശ്യം മുട്ട കിട്ടും. മലയാളം എത്ര പഠിപ്പിച്ചാലും ആയും ഊയും ഈയും ഈ ചെറുക്കൻ്റെ തലയിൽ കയറില്ല. അവനെ കൊണ്ടുവന്നു. ഞായറാഴ്ചയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സൺഡേ സ്കൂളിൽ അവനെ പഠിപ്പിക്കാനിരുത്തി. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പരീക്ഷ ആ സ്കൂളിലുണ്ടായി. ഒരു ഞായറാഴ്ച സ്റ്റേജിൽ നിൽക്കുമ്പോൾ അപ്പൻ, അമ്മ, ഈ മോൻ, ഇത്രയുള്ളൊരു മോൻ, കൂടെ ഒരു പേപ്പറുണ്ട്. പേപ്പർ ഏതാണെന്നറിയാമോ? മലയാളത്തിൻ്റെ ഉത്തരക്കടലാസ് വന്നു. എന്നെ കാണിച്ചു തന്നു. ഒരു സാക്ഷ്യം പറയാൻ വന്നിരിക്കുക. എത്രയാണെന്നറിയാമോ? 2 മുട്ട, പക്ഷെ അതിന് മുമ്പൊരു 1. ഹല്ലേലൂയ. ഇതാണ് യേശു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മക്കളുടെ പഠനത്തിൽ മാറ്റമുണ്ടാകും. എല്ലാറ്റിനെയും പണിയുന്ന ദൈവത്തിൻ്റെ വചനമാണ്. സ്തുതിച്ചിടുന്നു ജീവന്റെ ആധാരമേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു ജീവനോടുയർന്നവനേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു ജീവന്റെ ആധാരമേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ ഹോസന്ന, 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 ഹല്ലേലൂയ ഹോസന്ന. മരണത്തെ ജയിച്ചവരേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു പാതാളം ജയിച്ചവരേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു മരണത്തെ ജയിച്ചവരേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു പാതാളം ജയിച്ചവരേ,
Hosanna. Hallelujah, Hosanna. Hallelujah, Hosanna. Hallelujah, Hosanna. Hallelujah, Hosanna. ചില ദിവസങ്ങൾക്ക് മുൻപ് വിന്നേഴ്സ് ഫാക്ടറി എന്ന നമ്മുടെ പുസ്തകത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യലായി തയ്യാറാക്കപ്പെട്ട പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ഡോക്ടർ MK മുനീർ ബഹുമാനപ്പെട്ട മന്ത്രിയാണ് നിർവഹിച്ചത്. അതിൻ്റെ ചില ക്ലിപ്പിങ്സ് നിങ്ങൾക്ക് ഈ സമയത്ത് കാണാം. അതിനുശേഷമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്. I am sure that it has lot of inputs which the student will find it useful. I hope this book will make a contribution to this effort, and I compliment the author in this book and compliment him and thank him. വിന്നേഴ്സ് ഫാക്ടറിയുടെ കോപ്പികൾ ഈ സമയത്ത് അവൈലബിൾ ആണ്. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ അവരുടെ പിന്നിൽ നിന്ന് അവരെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്ന അധ്യാപകർ, മാതാപിതാക്കന്മാർ, അവരെല്ലാം ഇത് വായിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വിളിച്ച് ആവശ്യപ്പെടാവുന്നതാണ്. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ സമയത്ത് രോഗികൾ സൗഖ്യമാകട്ടെ. അപസ്മാര രോഗം ഈ സമയത്ത് സൗഖ്യമാകുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെയുള്ള രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുകൂടാതെ മാനസികമായ രോഗത്തിന് സൈക്കാട്രിക് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന, മാനസിക രോഗത്തിൻ്റെ മരുന്ന് ദീർഘനാളായി കഴിക്കുന്ന ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്ന ഞാൻ കാണുന്നു. ഒരു വീടിനകത്ത് തന്നെ തടവറയിൽ കഴിയുന്നത് പോലെ ചില പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങളോ ഡിപ്രഷനൊക്കെ കൊണ്ട് കഴിയുന്ന ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കി പുറത്തെടുക്കുന്നു. അവർക്ക് സ്വതന്ത്രമായി പോകാനൊക്കെയുള്ള ആരോഗ്യത്തിലേക്ക് വീണ്ടും തിരികെ വരുന്നതായി എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ബോധ്യം നൽകുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കരളിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. പിത്താശയത്തെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. വൃക്കകൾ, കിഡ്നികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാകാം, കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാകാം, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. കിഡ്നി സ്റ്റോൺസ് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിച്ച് ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. ദൈവിക വിടുതലുകൾ കർത്താവെ എല്ലാ വ്യക്തികളും ഇപ്പോൾ നടക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഓരോരുത്തരെയും സമർപ്പിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങളോ രോഗങ്ങളോ എന്താണെങ്കിലും കൈനീട്ടി ഇപ്പോൾ തന്നെ വിശ്വസിച്ച് സ്വീകരിക്കുക. യേശുവിൻ നാമത്തിൽ വിടുതലുകൾ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് മാവേലിക്കരയിലാണ്. എല്ലാവർക്കും സ്വാഗതം. അതുപോലെ നാളെ കാട്ടാക്കടയിൽ, തിരുവനന്തപുരം ജില്ലയിലാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. തീർച്ചയായും വരണം. അതുകൂടാതെ ഞായറാഴ്ചകളിൽ അനേക സ്ഥലങ്ങളിൽ, പല ജില്ലകളിൽ, പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ബ്ലെസ്സിങ് സെൻറ്ററുകളിലെ പ്രാർത്ഥനകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിടെയാണ് കൂടുതൽ പരിശുദ്ധാത്മാവിലും വചനത്തിലും ഒക്കെ വളരുവാൻ സാധിക്കുന്നത്. അവിടെയും വന്നു ചേരുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ദർശനം പലകമേൽ തെളിവായി വരച്ച പ്രവാചകൻ ആര്? വിച്ച് പ്രൊഫറ്റ് wrote down the vision on tablet? ഓപ്ഷൻസ്: എ നെഹൂം, ബി ഹബക്കൂക്ക്, സി ഏലിയാവ്, ഡി മിഗായാവ്.
നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നവർക്ക് OM ബുക്സ് നൽകുന്ന നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222111 0484 4222111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.